നമസ്കാരം, ഞാൻ ആഷ്ന. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റിനിൽ നിയമം ലംഘിച്ച 125 തൊഴിലാളികളെ പിടികൂടി. LMRA താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 125 വിദേശ തൊഴിലാളികൾ പിടിയിലായതായി LMRA അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. 985 പരിശോധനകളാണ് ഏപ്രിൽ 21 മുതൽ 27 വരെ നടത്തിയത്. ഇക്കാലയളവിൽ നിയമം ലംഘിച്ച 123 പേരെ നാടുകടത്തുകയും ചെയ്തു. 972 പരിശോധനകളിൽ 13 സംയുക്ത പരിശോധനകളാണ് നടത്തിയത്. നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സ്, പോലീസ് ഡയറക്ടറേറ്റ്, പരിസ്ഥിതി എണ്ണ മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം, പരിസ്ഥിതി കാര്യ സുപ്രീം കൗൺസിൽ എന്നിവയും പരിശോധനകളിൽ പങ്കാളിയായി. അനധികൃത നിയമവിരുദ്ധ വിദേശ തൊഴിലാളികളുടെ സാന്നിധ്യം അവസാനിപ്പിക്കുന്നതിന് കൂടുതൽ ശക്തമായ പരിശോധനകളും നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക തട്ടിപ്പ്, ഏഷ്യൻ സംഘം പിടിയിൽ. മൊബൈൽ വഴി സന്ദേശങ്ങൾ അയച്ചും വിളിച്ചും പണം കൈക്കലാക്കുന്ന സംഘമാണ് പിടിയിലായത്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കരസ്ഥമാക്കി പണം പിൻവലിക്കുകയും പ്രതികൾ തങ്ങളുടെ നാടുകളിലേക്ക് അയക്കുകയും ചെയ്തിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. പ്രതികളെല്ലാവരും ഏഷ്യൻ വംശജരാണ്. ഇത്തരം തട്ടിപ്പുകാരെക്കുറിച്ച് വ്യാപക പരാതി ഉയരുകയും പ്രത്യേക സംഘം ഇവരെ കണ്ടെത്തുന്നതിന് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അറിയാത്ത നമ്പറുകളിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ചു വരുന്ന ഫോൺ കോളുകളിൽ വഞ്ചിതരാവരുതെന്ന് പല ഘട്ടങ്ങളിലും അധികൃതർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകാരെക്കുറിച്ച് വിവരം നൽകാൻ 992 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഹൃദയാഘാതം, പത്തനംതിട്ട സ്വദേശി ബഹ്റിനിൽ നിര്യാതനായി. മാമ ജോസ് പിസ മാനേജിംഗ് ഡയറക്ടർ, പത്തനംതിട്ട നിരണം കിഴക്കുംഭാഗം കുന്നത്ത് വർഗീസ് K. ജോസഫ് ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റിനിൽ നിര്യാതനായി. മൃതദേഹം കിങ് ഹമദ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ. ദേവ്ജി BKS കലോത്സവം ഫിനാലെ മെയ് 1 നടന്നു. ബഹ്റിൻ കേരളീയ സമാജത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി നടന്നുവരുന്ന ദേവ്ജി BKS GCC കലോത്സവം 2024 ഫിനാലെ ഇന്നലെ മെയ് 1 നടന്നു. വൈകുന്നേരം 6 ആരംഭിച്ച ഗ്രാൻഡ് ഫിനാലെ ചടങ്ങിൽ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ മുഖ്യാതിഥിയായിരുന്നു. കേരള നിയമസഭാംഗം പ്രമോദ് നാരായണൻ, ദേവ്ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയദീപ് ബാനർജി എന്നിവർ അതിഥികളായ ചടങ്ങിൽ ഗ്രൂപ്പ് ഇനങ്ങളിൽ ജേതാക്കളായ ടീമുകളുടെ നൃത്തങ്ങൾ, സംഘഗാനം, മറ്റു കലാപരിപാടികൾ എന്നിവ പരിപാടി വർണ്ണാഭമാക്കി. കലോത്സവ വിജയികൾക്കായുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. ചടങ്ങിൽ കലാതിലകം ഇഷ ആഷിഖ്, കലാപ്രതിഭ ശൗര്യ ശ്രീജിത്ത്, ബാലതിലകം ആദിലക്ഷ്മി M. സുഭാഷ്, ബാലപ്രതിഭ അദ്രി കൃഷ്ണ, ചാമ്പ്യൻഷിപ്പ് അവാർഡ് ഗ്രൂപ്പ് 1 നിഹാരിക മിലൻ, നവമി വിഷ്ണു, ചാമ്പ്യൻഷിപ്പ് അവാർഡ് ഗ്രൂപ്പ് 2 ആരാധ്യ ജിജേഷ്, സ്പെഷ്യൽ ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് 2 കാത്രിൻ മറിയം ജിയോ, ചാമ്പ്യൻഷിപ്പ് അവാർഡ് ഗ്രൂപ്പ് 3 ഹന്ന ആൽവിൻ, ചാമ്പ്യൻഷിപ്പ് അവാർഡ് ഗ്രൂപ്പ് 4 നക്ഷത്ര രാജ്, ചാമ്പ്യൻഷിപ്പ് അവാർഡ് ഗ്രൂപ്പ് 5 പ്രിയംവദ NS, നാട്യരത്ന അരുൺ സുരേഷ്, സംഗീതരത്ന അരുൺ രാജ്, കലാരത്ന അയന ഷാജി മാധവൻ, സാഹിത്യരത്ന ശൗര്യ ശ്രീജിത്ത് എന്നിവരെ അവാർഡ് നൽകി ആദരിച്ചു. ദേവ്ജി BKS GCC കലോത്സവത്തിൽ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ IMAC കൊച്ചിൻ കലാഭവൻ വിദ്യാർത്ഥികളായ ശൗര്യ ശ്രീജിത്ത്, അരുൺ സുരേഷ്, ആദിത്യ കൃഷ്ണ, ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് നേടിയ പ്രിയംവദ NS, നിഹാര മിലൻ, ആരാധ്യ ജിജേഷ്, ഹന്ന ആൽവിൻ എന്നിവരെ IMAC BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ദേവ്ജി BKS GCC കലോത്സവത്തിൽ പങ്കെടുക്കുകയും സമ്മാനാർഹരാവുകയും ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഒപ്പം ബഹ്റിനിൽ നടക്കുന്ന എല്ലാ കലോത്സവങ്ങളിലും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് സ്ഥാപനത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന കൊച്ചു കലാകാരന്മാരെയും കലാകാരികളെയും അവരെ വളർത്തിക്കൊണ്ടുവരുന്ന IMACലെ വിദഗ്ധരായ അധ്യാപകരെയും ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ സംസ്കാരയും IMAC ബഹ്റിൻ മീഡിയ സിറ്റിയും ചേർന്ന് വീണ്ടും ഒരു തൃശൂർ പൂരത്തിന് പവിഴദ്വീപിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ പൂരം സംസ്കാരം നടത്തുന്ന 5ാമത്തെ ആഘോഷമാണ്. അദാരി പാർക്ക് ഗ്രൗണ്ടിൽ 2024 മെയ് 17 ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ആഘോഷങ്ങൾ നടക്കുക. പതിവ് പോലെ ഈ വർഷവും നാട്ടിൽ നിന്നും പ്രശസ്ത വാദ്യ കലാകാരൻ കാഞ്ഞിലശ്ശേരി പത്മനാഭനും സംഘവും പൂരത്തിന്റെ മാറ്റുകൂട്ടുന്നതിനായി എത്തിച്ചേരുന്നുണ്ട്. ബഹ്റിൻ സോപാനം വാദ്യ കലാസംഘം ഗുരു മേള കലാരത്നം സന്തോഷ് കൈലാസിന്റെ നേതൃത്വത്തിൽ 100-ൽ പരം വാദ്യ കലാകാരന്മാർ ഒന്നിച്ച് സമ്മേളിക്കുന്ന ഈ സിംഫണി കാണികളിൽ കൗതുകമുണർത്തുന്ന അനുഭവമായിരിക്കും.
മുത്തുകുടകളും വെഞ്ചാമരവും ആലവട്ടവും നെറ്റിപ്പട്ടവുമായി ഇരുഭാഗങ്ങളിലുമായി 10 ഫൈബർ നിർമ്മിത ഗജവീരന്മാർ അണിനിരക്കുമ്പോൾ സാക്ഷാൽ തൃശൂർ പൂരത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയായിരിക്കും ഒരുങ്ങുക. മാനവരാശിയുടെ തന്നെ സഹവർത്തിത്വത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഈ പൂരത്തെ കണക്കാക്കപ്പെടുന്നു. യുനെസ്കോവിന്റെ പൗരാണിക ശേഷിപ്പുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ അമ്പലവും അതിന്റെ ആചാര്യമര്യാദകളും ഇന്നും നിലനിർത്തിപ്പോരുന്ന ഈ ആഘോഷം ബഹ്റിനിലുള്ള മലയാളി സമൂഹത്തിന് അനുഭവവേദ്യമാകാൻ സംസ്കാരയുടെ അംഗങ്ങൾ അശ്രാന്ത പരിശ്രമത്തിലാണ്. പൂരത്തോടനുബന്ധിച്ച് പലവിധ വാണിഭവങ്ങളും ഒരുങ്ങുന്നുണ്ട്. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ കാവടിയാട്ടം, ചെറുപൂരങ്ങൾ, മടത്തിൽ വരവ്, പഞ്ചവാദ്യം, ഇലഞ്ഞിൽ തറമേളം, 200-ൽ പരം വർണ്ണക്കുടകളുമായി തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗക്കാരുടെ കുടമാറ്റം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പൂരം അവസാനിക്കുന്നത് ഡിജിറ്റൽ വെടിക്കെട്ടോടു കൂടിയായിരിക്കും. തൃശൂർ സംസ്കാരയൊരുക്കുന്ന ഈ പൂരാഘോഷത്തിൽ പങ്കെടുക്കുവാനും ഈ ഉദ്യമത്തെ വിജയിപ്പിക്കുവാനും ബഹ്റിനിലുള്ള ഓരോ മലയാളികളോടും അഭ്യർത്ഥിക്കുന്നതായും ഏവർക്കും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്കാര ഫൗണ്ടർ കമ്മിറ്റി കൺവീനർ ഗോപകുമാർ, പ്രസിഡന്റ് MR സുഗതൻ, സെക്രട്ടറി വൈശാഖ്, പൂരം ജനറൽ കൺവീനർ ജോഷി ഗുരുവായൂർ, മറ്റു ഫൗണ്ടർ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. മികച്ച സംവിധായകനായുള്ള സത്യജിത്ത് റായ് ഫിലിം സൊസൈറ്റി പുരസ്കാരം ഷമീർ ഭരതന്നൂരിന്. സത്യജിത്ത് റായ് ഫിലിം സൊസൈറ്റിയുടെ പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായുള്ള പുരസ്കാരം ഷമീർ ഭരതന്നൂരിന്. ചിത്രം അനക്കെന്തിന്റെ കേട. ബാലു കിരിയത്ത്, വേണു ബി നായർ, ഡോക്ടർ രാജാ വാര്യർ, സജിൻ ലാൽ തുടങ്ങിയവർ ഉൾപ്പെട്ട ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത്. മാധ്യമപ്രവർത്തകനായ ഷമീർ ഭരതന്നൂർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് അനക്കെന്തിന്റെ കേട. BMC ബാനറിൽ ഫ്രാൻസിസ് കൈതാരത്താണ് ചിത്രം നിർമ്മിച്ചത്. മെയ് 26 ഞായറാഴ്ച വൈകിട്ട് 3-ന് തിരുവനന്തപുരം AKG സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയാണ് അനക്കെന്തിന്റെ കേട സിനിമയ്ക്ക് ലഭിച്ച നാഷണൽ ഫിലിം അക്കാദമി പുരസ്കാരം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് BMC ഫിലിം പ്രൊഡക്ഷൻ ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്തിന് വേണ്ടി ലൈൻ പ്രൊഡ്യൂസർ അൻവർ നിലമ്പൂർ ബഹുമാന്യ മന്ത്രി അനിൽ സാറിൽ നിന്നും ഏറ്റുവാങ്ങി. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസും സിട്രയിലെ അൽ ഹിലാൽ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബോഡി മാസ് ഇൻഡെക്സ്, ടോട്ടൽ കൊളസ്ട്രോൾ, കിഡ്നി സ്ക്രീനിംഗ്, ലിവർ സ്ക്രീനിംഗ്, ഡോക്ടർ കൺസൾട്ടേഷൻ തുടങ്ങിയ സേവനങ്ങൾ സൗജന്യമായി നൽകി. അൽ ഹിലാൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ സിട്ര ഉദ്യോഗസ്ഥർ ഫൈസൽ, ഭരത്, അബ്ദുള്ള, ഹിഷാം, ലൈഫ് ഓഫ് കെയറിംഗ്, ഗുദീബിയ കൂട്ടം, വോയിസ് ഓഫ് ട്രിവാൻഡ്രം, വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള 100 തൊഴിലാളികൾ, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികൾ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര തൊഴിലാളി ദിനാചരണത്തിന്റെ തുടർച്ചയായി ഹിദ്, സിട്ര, ഗുദീബിയ, മനാമ എന്നിവിടങ്ങളിലെ ലോവർ ഇൻകം തൊഴിലാളികൾക്ക് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികൾ ഭക്ഷണ പാക്കറ്റുകൾ, റേഷൻ, പഴങ്ങൾ, വെള്ളക്കുപ്പികൾ എന്നിവ വിതരണം ചെയ്തു. SKSSF ബഹ്റിൻ തൊഴിലാളി ദിനാഘോഷം സംഘടിപ്പിച്ചു. മനാമ സെൻട്രൽ മാർക്കറ്റിലെ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ക്ലീനിംഗ് തൊഴിലാളികൾക്ക് ഫുഡ് കിറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് തൊഴിലാളി ദിനം ആഘോഷിച്ചത്. സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ ഫുഡ് കിറ്റ് വിതരണോദ്ഘാടനം നടത്തി സംസാരിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി അബ്ദുൽ വാഹിദ്, SKSSF ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ, ട്രഷറർ ഉമേർ വടകര, ജോയിന്റ് സെക്രട്ടറിമാരായ അഹമ്മദ് മുനീർ, ഷാജഹാൻ, റാഷിദ് കക്കട്ടിൽ, മനാമ ഏരിയ പ്രവർത്തക സമിതി അംഗം അസീസ് പേരാമ്പ്ര എന്നിവർ സന്നിഹിതരായിരുന്നു. മുഹറക് മലയാളി സമാജം മെയ് ദിനം ആഘോഷിച്ചു. മെയ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മുഹറക് മലയാളി സമാജം എരിയുന്ന വയറിനൊരു കൈത്താങ്ങ് ഭക്ഷണ വിതരണ പദ്ധതിയിലൂടെ തൊഴിലാളി ക്യാമ്പുകളിൽ ഭക്ഷണ വിതരണം നടത്തി. സൽമാനിയ, മുഹറക് ഏരിയകളിലെ തൊഴിലാളി ക്യാമ്പുകളിലാണ് ഭക്ഷണ വിതരണം നടത്തിയത്. കഴിഞ്ഞ 5 വർഷമായി മുഹറക് മലയാളി സമാജം നടത്തിവരുന്ന പദ്ധതിയാണ് എരിയുന്ന വയറിനൊരു കൈത്താങ്ങ് പദ്ധതി. ഇതുപ്രകാരം പ്രതിമാസം കുറഞ്ഞ വേതനക്കാരായ തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകി വരുന്നു. സംഘടനയുടെ വനിതാ വേദിയുടെയും ചാരിറ്റി വിങ്ങിന്റെയും നേതൃത്വത്തിലാണ് ഇത് നടന്നുവരുന്നത്. മെയ് ദിനാഘോഷ ഭാഗമായി നടന്ന പരിപാടി MMS രക്ഷാധികാരി എബ്രഹാം ജോൺ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ സ്വാഗതം ആശംസിച്ചു. ട്രഷറർ ശങ്കർ നന്ദി പറഞ്ഞു. ചാരിറ്റി വിംഗ് കൺവീനർ പ്രമോദ് വടകര, ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് കെ തുടങ്ങി സംഘടനാ ഭാരവാഹികളും വനിതാ വേദി നേതാക്കൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ക്യാപ്റ്റൻ ഷബീർ, ഏരിയ കൺവീനർമാരായ നൌഷാദ് പാതിരപ്പറ്റ, ഖലീൽ, ഫിർദൌസ്, മീഡിയ വിംഗ് കൺവീനർ ജസീർ വാരം, മറ്റു അംഗങ്ങളായ സിക്കന്ദർ, നൌഫൽ വയനാട് എന്നിവർ വിതരണങ്ങൾക്ക് നേതൃത്വം നൽകി. BMC ന്യൂസിൽ ഇനിയൊരിടവേള.
your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. വാർത്തകൾ തുടരുന്നു. TMCA ഭാരവാഹികൾ നിയമസഭാ സ്പീക്കറെ സന്ദർശിച്ചു. ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ തലശ്ശേരി നിയമസഭാംഗവും ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറുമായ AN ഷംസീറിനെ തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ ഭാരവാഹികളായ ഫുഹാദ് KP, സാദിഖ് കുഞ്ഞിനെല്ലി, VP ഷംസുദ്ദീൻ, നവാസ്, ഷമീം ഖാത്താണ്ടി, ഫിറോസ് മാഹി, ഐമൻ സാദിഖ് എന്നിവർ സന്ദർശിച്ചു. മൈത്രി ബഹ്റിൻ മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മൈത്രി ബഹ്റിൻ ടൂബ്ലിയിലുള്ള ലേബർ ക്യാമ്പിൽ ഭക്ഷണ വിതരണം നടത്തി. മൈത്രി വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മൈത്രി ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ PV ചെറിയാൻ മെയ് ദിന സന്ദേശം നൽകി. ICRF സെക്രട്ടറി ശ്രീ പങ്കജ് നെല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ്തുത പരിപാടിയിൽ സാമൂഹ്യ പ്രവർത്തകരായ ശ്രീ ഫസ്ലുൻ ഹക്ക്, അബ്ദുൽ മൻഷീർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ട്രഷറർ അബ്ദുൽ ബാരി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആയ കോയിവിള മുഹമ്മദ്, ഷബീർ ക്ലാപ്പാന, അനസ് കരുനാഗപ്പള്ളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മൈത്രി ജോയിന്റ് സെക്രട്ടറി സലീം തയ്യിൽ നന്ദി പറഞ്ഞു. പവിടോത്സവം 2024 നാടൻ പന്തുകളി മത്സരം. ബഹ്റിൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ ജൂൺ 16, 17 തീയതികളിൽ അൽ അഹ്ലി ക്ലബ് മൈതാനത്തിൽ വെച്ച് GCC രാജ്യങ്ങളിലെ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പവിടോത്സവം 2024 എന്ന പേരിൽ നാടൻ പന്തുകളി മത്സരം നടത്തപ്പെടുന്നു. ടൂർണമെന്റിന് മുന്നോടിയായുള്ള ലോഗോ പ്രകാശനം കേരള നിയമസഭാ സ്പീക്കർ ആദരണീയനായ ശ്രീ AN ഷംസീർ നിർവഹിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ റോബി കലായിൽ, BKNBF ചെയർമാൻ റജി കുരുവള, ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികളായ പോൾ ജോൺ, മനോജ് കോര, റെനീഷ് ജോസഫ്, ജോൺസൺ ജോൺ, സാജൻ തോമസ്, ഗോഡ്ലിൻ തുടങ്ങിയവർ ലോഗോ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റ്, UAE, ഖത്തർ, KNBA, BKNBF ടീമുകൾ പവിഴോത്സവം 2024 നാടൻ പന്തുകളി മത്സരത്തിൽ പങ്കെടുക്കും എന്ന് സംഘാടകർ അറിയിച്ചു. ഷെയ്ഖ് തഹ്നൂൻ അന്തരിച്ചു. UAE-യിൽ 7 ദിവസം ദുഃഖാചരണം. UAE രാജകുടുംബാംഗം ഷെയ്ഖ് തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ അന്തരിച്ചു. UAE-യിൽ 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അലൈനിലെ അബുദാബി ഭരണാധികാരിയുടെ പ്രതിനിധിയാണ് ഷെയ്ഖ് തഹ്നൂൻ. ദുഃഖാചരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് ബുധനാഴ്ച മുതൽ 7 ദിവസം ദേശീയ പതാക പാതി താഴ്ത്തിക്കെട്ടും. ഷെയ്ഖ് തഹ്നൂന്റെ നിര്യാണത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അനുശോചനം രേഖപ്പെടുത്തി. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷനായി മോദി. വിശദീകരണവുമായി കേന്ദ്രം. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കി കേന്ദ്ര സർക്കാർ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടാണ് ചിത്രം നീക്കിയതെന്നാണ് വിശദീകരണം. കോവിഷീൽഡ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന വിവാദത്തിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകളിലാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദി അപ്രത്യക്ഷമായത് വിവരം ആദ്യമെത്തിയത്. കൊറോണ വൈറസിനെതിരെ ഇന്ത്യയുടെ കൂട്ടായ പോരാട്ടം എന്നെഴുതിയ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും നേരത്തെ ഉണ്ടായിരുന്നു. നിലവിൽ COVID-19-നെതിരെ ഇന്ത്യ ഒരുമിച്ച് പോരാടും എന്ന വാക്യം മാത്രമാണുള്ളത്. പ്രധാനമന്ത്രിയുടെ പേരും സർട്ടിഫിക്കറ്റിൽ നിന്ന് നീക്കം ചെയ്തതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തയോടുകൂടി BMC ന്യൂസിൽ മലയാള വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.